Good morning. Mandatory filing of IT returns. First one, if the gross total income before allowing deduction under section 80C to 80U exceed the basic exemption limit of rupees 2.5 lakh, 3 lakh or 5 lakhs. 80C to section 80C to 80യുവിൻ്റെ ഡിഡക്ഷൻ അലോ ചെയ്യുന്നതിന് മുമ്പ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലാക്കോ അല്ലെങ്കിൽ 3 ലാക്കോ അല്ലെങ്കിൽ 5 ലാക്സോ ആണ്. സെക്കൻഡ് വൺ, ഇഫ് യു ഹോൾഡ് ആൻ അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഇഫ് യു ആർ ബെനിഫിഷ്യറി ഓഫ് എൻ അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഒരു അസറ്റ് ഇന്ത്യക്ക് പുറത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അസറ്റ് ഇന്ത്യക്ക് പുറത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ. തേർഡ് വൺ, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ITR ഫോർ അസസ്മെൻറ്റ് ഇയർ 2020 to 21, 31/7/2020. അസസ്മെൻറ്റ് ഇയർ 2020 to 21 ITR ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 31/7/2020 ആണ്. ഇനി അടുത്തത് സെക്ഷൻ 234F, ഫീ ഓർ ഫൈൻ ഫോർ ലേറ്റ് ഫയലിംഗ് ഓഫ് ITR. A person has to mandatorily pay late fees if he files the return after the due date. It automatically applies after due date. പറയുന്നത് എന്താ വെച്ചാൽ ഒരു പേഴ്സൺ അവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫീ അവിടെ വരുന്നുണ്ട്. ആ ഫീൻ്റെ റേറ്റാണ് ഇനി അടുത്ത് പറയുന്നത്. ഫീ റേറ്റ് അണ്ടർ സെക്ഷൻ 234F ഫോർ അസസ്മെൻറ്റ് ഇയർ 2020 to 21. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് മോർ ദാൻ 5 lakhs ആണെങ്കിൽ ഓൺ ഓർ ബിഫോർ 31/12/2020 ആണെങ്കിൽ 5,000ഉം ആഫ്റ്റർ 31/12/2020 ആണെങ്കിൽ 10,000ഉം ആണ്. ഇനി 5 lakhs ഓർ ലെസ് ദാൻ 5 lakhs ആണെങ്കിൽ ബിഫോർ 31/12/2020 ആണെങ്കിൽ 1,000ഉം ആഫ്റ്റർ 31/12/2020 ആണെങ്കിൽ 1,000ഉം ആണ്. അപ്ലൈസ് ഓൺ ഓൾ ദ പേഴ്സൺസ് ഇൻഡിവിജ്വൽ HUF ഫോംസ് കമ്പനി EOP. ഇത് എല്ലാ പേഴ്സൺസും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, HUF ആയിക്കോട്ടെ, ഫോംസ് ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, EOP ആയിക്കോട്ടെ. പിന്നെ can be paid through ചലാൻ നമ്പർ 280 under the head of self assessment tax. ഇത് ചലാൻ നമ്പർ 280 കൂടെ മാത്രമേ പേ ചെയ്യാൻ പറ്റുള്ളൂ, അതും under the head of self assessment tax. both section 234A and 234F will be applicable in the case of delay in filing return if your tax is unpaid. ഇത് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിലേ വരുന്ന കേസിൽ ഈ സെക്ഷൻ 234Aയും 234Fഉം രണ്ടും അപ്ലിക്കബിൾ ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫോംസ് ആണ്. ഫോം 10A, application for registration of charitable or religious trust. ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷനാണ് ഫോം 10A. ഫോം 10B, ഓഡിറ്റ് റിപ്പോർട്ട് ഓർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ്. ഫോം 15CA, information to be furnished for payments to a non-resident not being a company or to a foreign company. Form 15G, declaration to be made by an individual claiming certain receipt without a deduction of tax. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പാൻ ആണ്. പാനിൻ്റെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ് പാനിൻ്റെ ഫുൾ ഫോം. സെക്ഷൻ 139A ആണ് പാൻ പറയുന്നത്. PAN is a 10-digit alphanumeric number allotted to each assessee by the IT department. IT ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ അസസിക്ക് ഒരു 10-digit ആൽഫാന്യൂമറിക് നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോട്ടിംഗ് ഓഫ് പാൻ ഹാസ് ബീൻ മെയ്ഡ് മാൻഡറ്ററി ഇൻ മെനി ഇൻസ്റ്റൻസ്. ഒരുപാട് കാര്യങ്ങൾക്ക് പാന് അത് ആവശ്യമായിട്ട് ഉണ്ട്. ആൻ അസസി നീഡ്സ് ടു മെൻഷൻ ഹിസ് പാൻ ഇൻ ഹിസ് റിട്ടേൺ. ഒരു അസസി അവരുടെ റിട്ടേണിൽ എപ്പോഴും പാൻ മെൻഷൻ ചെയ്തിരിക്കണം. ഈ പാൻ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. എ പേഴ്സൺ ഹാസ് ടു അപ്ലൈ ഇൻ ഫോം 49A ടു അസസിങ് ഓഫീസർ. ഒരു പേഴ്സണിന് പാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഫോം
49A പ്രകാരം അസസിംഗ് ഓഫീസർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് പാനിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തത് കൺവീനിയൻസ് ടു ലൊക്കേറ്റ് ദ AO, ഫാസ്റ്റ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടും പ്രോസസ് ഓഫ് റീഫണ്ടിന് വേണ്ടിയിട്ടും എൻഷുറിങ് ടാക്സ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ക്രെഡിറ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ടാക്സസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പാന് ഹെൽപ്ഫുള്ളാണ്. ഇനി അടുത്ത് ദ ക്ലാസിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞല്ലോ പാനൊരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറാണ്. ഈ 10 ക്യാരക്ടേഴ്സിന് തന്നെ പാന് പിന്നെയും 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് 3 ക്യാരക്ടേഴ്സ് എന്നും 4th ക്യാരക്ടർ 5th ക്യാരക്ടർ 6th to 9th ക്യാരക്ടർ 10th ക്യാരക്ടർ ആയിട്ടാണ് 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഉള്ളത്. ഫസ്റ്റ് 3 characters are alphabetic series between A to Z. For instance, the beginning for your PAN could be BEP or APZ. The selection is random. The first 3 characters എന്ന് പറയുന്നത് A to Z. അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും. ഇത് റാൻഡംലി ആയിരിക്കും സെലക്ട് ചെയ്ത്. എക്സാമ്പിളായിട്ട് BEP or APZ. 4th character എന്ന് പറയുന്നത് the 4th character of your PAN always represent your status. 4th character എപ്പോഴും ആ പാൻ ഹോൾഡറുടെ സ്റ്റാറ്റസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. The 4th character for a majority of PAN holders is a letter P. Majority of the PAN holders-ൻ്റെ 4th character എന്ന് പറയുന്നത് P ആയിരിക്കും, which stand for person. The other 9 letters that can represent the 4th character. എക്സാമ്പിൾ C എന്ന് പറയുന്നത് കമ്പനി, HUF, F പാർട്ട്ണർഷിപ്പ്, AOP എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, T ട്രസ്റ്റ്, B for BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, L for local authority, J for artificial judicial person and G for government. 5th character. The 5th character represent the alphabet of your last number or surname. ആ പാൻ ഹോൾഡറുടെ ലാസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് ഹോൾഡറുടെ പേര് അനിൽകുമാർ ഗുപ്ത എന്നാണെങ്കിൽ അവരുടെ 5th ക്യാരക്ടർ എന്ന് പറയുന്നത് G ആയിരിക്കും. ഇനി 6th to 9th ക്യാരക്ടർ എന്ന് പറയുന്നത് ദർ ആർ സീക്വൻഷ്യൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 0001 to 9999. അതിൻ്റെ സെലക്ഷനും റാൻഡംലി ആയിട്ടായിരിക്കും സെലക്ട് ചെയ്യുക. 10th ക്യാരക്ടർ എന്ന് പറയുന്നത് ദിസ് ഈസ് എൻ ആൽഫബറ്റ് ചെക്ക് ഡിജിറ്റ് ആയിരിക്കും. അതാണ് 10th ക്യാരക്ടർ. ഇതാണ് ഒരു പാനിൻ്റെ 10 ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ 5 ടൈപ്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ഡോക്യുമെൻറ്റ് റിക്വയർഡ് ഫോർ പാൻ എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. ഒന്നാമത്തത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സാമ്പിളായിട്ട് വരുന്ന വോട്ടേഴ്സ് കാർഡ്. സെക്കൻഡ് വൺ പ്രൂഫ് ഓഫ് അഡ്രസ്, എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ബിൽ. തേർഡ് വൺ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, എക്സാമ്പിൾ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇനി അടുത്തതാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വെർ കോട്ടിംഗ് ഓഫ് പാൻ ഈസ് മാൻഡേറ്ററി. ചില ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ പാൻ മാൻഡേറ്ററി ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതേതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഒന്നാമത് സെയിൽ ഓർ പർച്ചേസ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ. അതർ ദാൻ ടു വീലർ അല്ലാത്ത എന്തെങ്കിലും മോട്ടോർ വെഹിക്കിൾ സെയിലോ പർച്ചേസോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷനിലും പാൻ മാൻഡേറ്ററി ആണ്. സെക്കൻഡ് വൺ ഓപ്പൺ ആൻ അക്കൗണ്ട് വിത്ത് എ ബാങ്കോ കോപ്പറേറ്റീവ് ബാങ്കോ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലോ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പാൻ മാൻഡേറ്ററി ആണ്. തേർഡ് വൺ മേക്കിംഗ് ആൻ ആപ്ലിക്കേഷൻ ടു ബാങ്ക് ഓർ കോപ്പറേറ്റീവ് ബാങ്ക് എനി അതർ കമ്പനി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇഷ്യൂ ഓഫ് എ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്. എന്തെങ്കിലും ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പാൻ കാർഡ് മാൻഡേറ്ററി ആണ്. ഫോർത്ത് വൺ ഓപ്പണിങ് എ ഡിമാറ്റ് അക്കൗണ്ട്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ കാർഡ് ആവശ്യമാണ്. ഫിഫ്ത്ത് വൺ പേയ്മെൻറ്റ് ടു എ ഹോട്ടൽ ഓർ റെസ്റ്റോറൻറ്റ് എഗെയിൻസ്റ്റ് എ ബിൽ ഓർ ബിൽസ് അറ്റ് എനി വൺ ടൈം പേയ്മെൻറ്റ് ഇൻ ക്യാഷ് ഓഫ് ആൻ എമൗണ്ട് എക്സീഡിങ് 50,000. 50,000 രൂപേൻ്റെ മുകളിലോട്ടുള്ള എല്ലാ ഹോട്ടലിൻ്റെയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെയോ ബില്ല് പേ ചെയ്യണമെങ്കിൽ പാൻ മാൻഡേറ്ററി ആണ്. സിക്സ്ത് വൺ പേയ്മെൻറ്റ് ഇൻ കണക്ഷൻ വിത്ത് ട്രാവൽ ടു എനി ഫോറിൻ കൺട്രി ഓർ പേയ്മെൻറ്റ് ഫോർ പർച്ചേസ് ഓഫ് എനി ഫോറിൻ കറൻസി അറ്റ് എനി വൺ ടൈം.
ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിലേക്കുള്ള ട്രാവലിന് എന്തെങ്കിലും ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ എമൗണ്ട് എക്സീഡിങ് 50,000 അത് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും പാന് ആവശ്യമാണ്. 7th one, payment to mutual fund for purchase of its units, amount exceeding 50,000. മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 രൂപേൻ്റെ മുകളിലോട്ട് ആയിട്ടുണ്ടെങ്കിൽ അവിടെയും പാൻ ആവശ്യമാണ്. 8th one, payment to a company or an institution for acquiring debenture or bonds issued by it, amount exceeding 50,000. ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഡിബഞ്ചറോ അല്ലെങ്കിൽ ബോണ്ടോ ഇഷ്യൂ ചെയ്യാണ്, എമൗണ്ട് എക്സീഡിങ് 50,000 50,000 രൂപേൻ്റെ മുകളിലോട്ടേക്കാണെങ്കിൽ അവിടെയും പാൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. 9th one എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ടു RBI ഫോർ അക്വയറിംഗ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഇറ്റ്, എമൗണ്ട് എക്സീഡിങ് 50,000. RBI ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് വാങ്ങുന്ന സമയത്ത് 50,000 രൂപേൻ്റെ മുകളിലാണെങ്കിൽ അവിടെയും പാൻ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി 10th one എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് വിത്ത് എ ബാങ്ക് ഓർ കോപ്പറേറ്റീവ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻ ക്യാഷ് എക്സീഡിങ് 50,000 ഡ്യൂറിങ് എനി 1 day for or exceeding 2,50,000 during November 9, 2016 and December 13, 2016 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലോ 50,000 രൂപേൻ്റെ മുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ പാൻ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വൈ കോട്ടിംഗ് ഓഫ് പാൻ ഈസ് മാൻഡേറ്ററിൻ്റെ 10 points. നെക്സ്റ്റ്, എക്സംഷൻ ടു പേഴ്സൺ അണ്ടർ സെക്ഷൻ 139A. അതിൽ ഒന്നാമത്തെ പറയുന്നത് എന്താ വെച്ചാൽ പേഴ്സൺ ഹാവിങ് ഓൺലി അഗ്രികൾച്ചർ ഇൻകം ബൈ ഫയലിംഗ് റിട്ടേൺ ഇൻ ഫോം 61. ഒരു പേഴ്സൺ അഗ്രികൾച്ചർ ഇൻകം മാത്രം ഉള്ളതാണെങ്കിൽ അവർക്ക് എക്സംഷൻ ഉണ്ട്. രണ്ടാമത്തെ നോൺ റെസിഡൻ്റ് ആയിരിക്കണം. മൂന്നാമത്തെ പേയേഴ്സ് ബീങ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് കൗൺസിൽ ഓഫീസർ. ഈ പേ ചെയ്യുന്ന ആൾ ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫീസറോ ആണെങ്കിൽ അവർക്ക് എക്സംഷൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ 272B ആണ്. ഇഫ് എ പേഴ്സൺ വിത്തൗട്ട് എ റീസണബിൾ കേസ് fails to apply for the allotment of PAN within the prescribed time or fails to quote it on the relevant document, the AO shall impose a penalty of a sum ₹10,000. This is not a one-time penalty. അത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ഒരു കാരണമില്ലാതെ അവർ പാൻ അലോട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു റീസണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പെനാൽറ്റി അടക്കണം എന്നാണ് പറഞ്ഞത്. അതടച്ചാൽ അസിസ്റ്റിംഗ് ഓഫീസർ നമുക്ക് പാൻ കാർഡ് അലോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അസിസ്റ്റിംഗ് ഓഫീസറും ഒരു 10,000 പെനാൽറ്റി അസിസ്റ്റിംഗ് ഓഫീസർ എടുത്തും ഒരു 10,000 പെനാൽറ്റി അടക്കേണ്ടി വരുന്നതാണ് പറയുന്നത്. ഇതാണ് സെക്ഷൻ 272B.